ബിഗ് ബോസ് മലയാളം സീസൺ 7 ബന്ധപ്പെട്ട് ഫിനാലെ വീക്ക് മിഡ് വീക്ക് എവിക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രോമോ വന്നിട്ടുണ്ട്. ഈ ഒരു പ്രോമോ ഞാൻ ഇന്നലെ മുതൽ കാത്തിരിക്കുന്ന ഒരു പ്രോമോയാണ്. ആരാണ് പുറത്താകുന്നതെന്ന് കാണാനായിട്ട് കാത്തിരിക്കുകയാണ്. ഇപ്പൊ ന്യൂസും കാര്യങ്ങളൊന്നും ആരും ഇടുന്നില്ല. കാരണം ബിഗ് ബോസിന്റെ ഭാഗത്തു നിന്നും പണി കിട്ടിയിട്ടുണ്ട് ചിലർക്ക്. അപ്പൊ അതുകൊണ്ട് ആരും ന്യൂസും കാര്യങ്ങളൊന്നും ഇടുന്നില്ല. കാത്തിരിക്കുകയാണ് ആരാണ് എവിക്ഷൻ എന്ന് അറിയാനായിട്ട്. നെവിൻ, അതേപോലെ ആദില, ഇവരൊക്കെ ഡേഞ്ചർ സോണിൽ നിൽക്കുന്ന കണ്ടസ്റ്റൻസ് ആണ്. അക്ബർ ഡേഞ്ചർ സോണിലാണ്. ഇവര് 3 പേരുമാണ് പ്രധാനമായിട്ടും ഡേഞ്ചർ സോണിൽ നിൽക്കുന്നത്. നൂറയ്ക്ക് സപ്പോർട്ട് ഉണ്ടെന്നാണ് അറിയുന്നത്. അതേപോലെ തന്നെ ഷാനവാസ്, അനുമോൾ, അനീഷ് ഇവരൊക്കെ ആ ഒരു ടയർ മേളിലാണ് നിൽക്കുന്നത്. അപ്പോ ഡേഞ്ചർ സോണിൽ നിൽക്കുന്ന ഈ 3 പേരുമാണ് അക്ബർ, ആദില, നെവിൻ. ഇവരിൽ 3 പേരിൽ നിന്നും ആർക്ക് വേണമെങ്കിലും ഈ ഒരു എവിക്ഷനിൽ ഫിനാലയ്ക്ക് 3 ദിവസം മാത്രം ശേഷിക്കെ ഹൗസിൽ നിന്നും പുറത്തു പോകാം. ഈ 3 പേരിൽ ആർക്ക് വേണമെങ്കിലും പുറത്തു പോകാം. ഒന്നിൽ കൂടുതലോ ആളുകൾക്ക് പുറത്തു പോകാം. ടോപ്പ് 5 ആവാനായിട്ട് ചിലപ്പോൾ 2 പേര് പുറത്താവാൻ സാധ്യതയുണ്ട്. ടോപ്പ് 7 ആണ് ഇപ്പൊ ഉള്ളത്. നെവിന്, അതേപോലെ ആദില, അക്ബർ, ഷാനവാസ്, അനീഷ്, അനുമോൾ ഇവരാണ് ഉള്ളത്. അപ്പൊ ഇവരെ 7 പേരിൽ നിന്നും ആരെങ്കിലും 2 പേരായിരിക്കും പുറത്താകുന്നത്. നെവിനും ആദിലയുമാണെന്നാണ് സ്ട്രോങ് റൂമേഴ്സ് കേൾക്കുന്നത് കേട്ടോ. നമുക്ക് അറിയില്ല ആരാണെന്നുള്ളത്. ഇത് ലൈവില് കുറച്ചു നേരത്തിനുള്ളിൽ തന്നെ നമ്മൾ കാണുമെന്ന് പ്രതീക്ഷിക്കാം. വലിയ ഇരുട്ടും കാര്യങ്ങളൊന്നും കാണുന്നില്ല. എനിക്കൊന്ന് വളരെ കുറച്ച് സമയത്ത് തന്നെ നമ്മളിത് കാണും. ഒരു 5 മണി സമയമൊക്കെ ആകുമ്പോൾ കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കൊള്ളാം. സീസൺ 5 സെറീനയും അതേപോലെ സീസൺ 6 ശ്രീത്തുവും ഒക്കെ പുറത്തായ പോലെ ഒരു കണ്ടസ്റ്റന്റ് പുറത്താവാനായിട്ട് പോവുകയാണ്. ഒന്നല്ല 2 പേര് പുറത്താവും തോന്നുന്നു. എന്റെ ഒരു ഇൻഡ്യൂഷൻ ശരിയാണെങ്കിൽ 2 പേര് പുറത്താകും. അപ്പൊ അങ്ങനെ 2 പേര് പുറത്തേക്ക് പോകാനായിട്ട് പോവുകയാണ്. അതൊക്കെ ആരൊക്കെയാണെന്നൊക്കെ ഉള്ളത് നമുക്ക് കണ്ടറിയാം. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.